തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടി വിലയിരുത്താൻ ചേരുന്ന CPM-ന്റെ ജില്ലാ നേതൃയോഗങ്ങളിൽ കടുത്ത വിമർശനമാണ് നേതൃത്വം കേൾക്കേണ്ടി വരുന്നത്. പ്രത്യേകിച്ചും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമെതിരെയാണ് രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഓരോരോ ജില്ലാ കമ്മിറ്റികളിലും ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇന്നലെ തിരുവനന്തപുരത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. കടുത്ത വിമർശനങ്ങൾ MV ഗോവിന്ദന് കേൾക്കേണ്ടി വന്നു. അദ്ദേഹത്തെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെയായിരുന്നു അത്തരത്തിലുള്ള വിമർശനങ്ങൾ നേതാക്കൾ ഉന്നയിച്ചത്. പ്രത്യേകിച്ചും സംസ്ഥാനത്തുടനീളം തിരഞ്ഞെടുപ്പ് ഏകോപിപ്പിക്കേണ്ട സംസ്ഥാന സെക്രട്ടറി ഒരു മണ്ഡലത്തിൽ മാത്രം തന്റെ പ്രവർത്തനം ചുരുക്കിയെന്ന അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു. തളിപ്പറമ്പിൽ മാത്രമാണ് നല്ല രീതിയിൽ MV ഗോവിന്ദൻ ശ്രദ്ധിച്ചത്. ഭാര്യയായിട്ടുള്ള PK ശ്യാമള മത്സരിച്ച മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്ന വിമർശനം ഉയർന്നു വന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഓരോ ജില്ലാ കമ്മിറ്റികളിൽ നിന്നും ഏൽക്കേണ്ടി വരുന്നത്. ഒപ്പം സംഘടനാപരമായിട്ടുള്ള വീഴ്ചകൾ പലയിടത്തും ഉണ്ടായി. അതുകൊണ്ടാണ് കഴക്കൂട്ടത്തും നേമത്തും BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ രീതിയിൽ ഈ മണ്ഡലത്തിൽ തിരിച്ചടിയായ തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. മന്ത്രി V ശിവൻകുട്ടി വോട്ട് കണക്കുകൾ അടക്കം നിരത്തിക്കൊണ്ടാണ് ഈ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് മാത്രമല്ല മറ്റ് ജില്ലാ കമ്മിറ്റികൾ നോക്കിക്കഴിഞ്ഞാലും കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ആലപ്പുഴയിൽ G സുധാകരൻ്റെ വിജയം അത് CPM-ന്റെ സംഘടനാപരമായിട്ടുള്ള വീഴ്ചയുടെ കാരണമാണ്. ഒപ്പം തന്നെ SFI നേതാക്കളടക്കം G സുധാകരനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അപക്വമായിട്ടുള്ള പലതരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഈ CPM-ന്റെ തോൽവിയുടെ ആക്കം കൂട്ടിയെന്ന വിമർശനമാണ് ഉയർന്നു വന്നത്. ഒപ്പം തന്നെ കായംകുളത്തെ സ്ഥാനാർത്ഥിയായിരുന്ന U പ്രതിഭ സംഘടനാ തലത്തിൽ ഉണ്ടായ വീഴ്ചകൾ ഓരോന്നും അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് വിമർശനങ്ങൾ ഉന്നയിച്ചത്. അവിടെയും ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും വീഴ്ച പറ്റിയെന്ന വിമർശനമാണ് ആലപ്പുഴ ജില്ലാ നേതൃയോഗങ്ങളിലും ഉയർന്നു വന്നത്. മറ്റൊന്ന് ഇടുക്കി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ MM മണിയെ ഉടുമ്പൻചോലയിലെ സ്ഥാനാർത്ഥിയാക്കാത്തത് കൊണ്ടാണ് അവിടെ പരാജയമുണ്ടായത്. MM മണിയായിരുന്നു മത്സരിച്ചതെങ്കിൽ ഉറപ്പായും വിജയിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള കാര്യമാണ് നേതാക്കൾ അവിടെ പറഞ്ഞത്. ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഇടുക്കി ജില്ലാ കമ്മിറ്റി യോഗത്തിലും കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വന്നു. ഏതായാലും തിരുത്തലുകൾ കാര്യമായി ഇനി ഉണ്ടാകുമെന്നുള്ളത് നേരത്തെ തന്നെ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഏത് രീതിയിൽ ആണ് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.